നിങ്ങൾക്ക് പറ്റുന്ന പോലെ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകം ഞാൻ ഏതൊക്കെ പുസ്തകങ്ങളാണെന്നുള്ളത് കുറേ പുസ്തകങ്ങളൊക്കെ ഞാൻ ഇതിൽ ഈ പോഡ്കാസ്റ്റിൻ്റെ പിന്നത്തെ എപ്പിസോഡ്സിൽ പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ദർ ഇസ് അനദർ ഓപ്ഷൻ. നിങ്ങൾക്ക് അതിനെ ഓഡിയോ ബുക്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഓഡിയോ സമ്മറീസ് ആയിട്ട് കിട്ടും, യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അത് ശ്രദ്ധിക്കുക. കാരണം ഈ ശ്രദ്ധിക്കുക തന്നെ എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് തന്നെ, നമ്മളെ മെമ്മറി, നമ്മളെ ലോങ് ടേം മെമ്മറി ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിട്രീവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ ഒരു USB സ്റ്റോർ ചെയ്ത പോലെ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, ഞാൻ ഈ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ പുസ്തകം കേൾക്കുക, ഓക്കെ, ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ സമ്മറീസ് വായിക്കുക, സമ്മറീസ് കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടില്ല, അല്ല ഞാൻ തന്നെ ഒരു പോഡ്കാസ്റ്റിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളത് കേട്ടിട്ട് അതങ്ങ് വിട്ടുപോകും. പക്ഷേ ഇങ്ങനെ പുസ്തകങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലോങ് ടൈം മെമ്മറിയിലുള്ളതിനെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത്, ഇറ്റ് ഇസ് ലൈക്ക് എ സ്റ്റാക്ക് വേർ നമ്മൾ അതിനെ റിഫ്രഷ് ചെയ്ത് പൊടി തട്ടി വീണ്ടും എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കണം അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കണം.